കേരളത്തിൽ 0.7% എന്ന് വെച്ചാൽ 10,000 മനുഷ്യന്മാർക്കിടയിൽ 70 പേർ കിടപ്പിലാണ്. മലപ്പുറം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്തിൻ്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 30,000 ഒക്കെയാണ്. 30,000 ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിൽ 210 പേർ കിടപ്പിലാണ്. കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ 210 പേരെ പ്രവേശിപ്പിക്കാൻ ഉള്ള ഒരു സംവിധാനമേ ഇല്ല. അഡ്മിറ്റ് ചെയ്യാനുള്ള പിന്നെന്താണ് അതിന് പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ. എത്ര കാലം ഒരു ആശുപത്രിയിൽ ഒരു മനുഷ്യനെ പ്രവേശിക്കും? നമ്മൾ ഒരു ദിവസം രാവിലെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലും വൈകുന്നേരം റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടറോട് നമ്മൾ ചോദിക്കുക വീട്ടിൽ പോയിക്കോട്ടെ എന്നാണ്. അപ്പോൾ ആശുപത്രി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്, നമ്മൾ പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്. നമ്മളവിടെ പോകുന്നതാണെങ്കിലോ സുഖം കിട്ടാനാണ്. ആ സ്ഥലം നമുക്ക് ഇഷ്ടമില്ല. ഇതിൻ്റെ രണ്ടിലും നിൽക്കുന്ന ഒരു ദീർഘകാല രോഗി ആശുപത്രിയിൽ വസിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു അനുഭവമാണ്. ഒരിക്കലും അതിനുള്ള ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ശരിക്കും, വീടുകളിൽ അന്തസ്സുറ്റ പരിചരണം. സത്യത്തിൽ മുതിർന്നവരോട് കാരുണ്യം കാണിക്കണം, ചെറിയവരോട് വിനയം കാണിക്കണം എന്ന് പറയുന്ന മതസംഘടനകൾ പോലും ഇപ്പം, പള്ളികൾ പോലും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ പോലും വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പാലിയേറ്റീവ് നേരെ പറയുന്നത് വീടുകളിൽ അന്തസ്സുറ്റ പരിചരണം കിട്ടണം എന്നുള്ളതാണ്, വീട് പരിചരണ കേന്ദ്രമാവണമെന്നാണ്, ആളുകൾ ഉപേക്ഷിക്കപ്പെടാതിരിക്കണം എന്നുള്ളതാണ്. അത് സാധ്യമാവണമെങ്കിൽ ഈ സംവിധാനം ശക്തിപ്പെടണം. അത് ശക്തിപ്പെടുത്താൻ മതസമൂഹങ്ങളും പിന്നെ ആരാധനാലയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബുകളും സമൂഹത്തിലെ എല്ലാവിധ മനുഷ്യരുടെയും ഒരു കോമൺ പ്ലാറ്റ്ഫോമായിട്ട് പ്രാദേശിക സമൂഹത്തിൽ ചെറിയ പ്രദേശത്ത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ആശയവും നിലപാടുകളും ശക്തിപ്പെടണം. അതാണ് പരിഹാരം. സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിംഗ് ഉള്ള ഏതൊരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും എന്താ സംഭവിക്കുന്നത്? ക്യാൻസർ ആണെന്നുള്ള ഡയഗ്നോസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രോണിക് കിഡ്നി ഡിസീസ് CKD ആണെന്ന ഡയഗ്നോസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത ഗുണനിലവാരം താഴ്ന്നു പോകുന്നു. ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മുഴുവനും ക്വാളിറ്റി ഓഫ് ലൈഫ് താഴ്ന്നു പോകുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ ഉത്തരവാദിത്വം താഴ്ന്നു പോയ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ആ രോഗിക്കും അയാളുടെ കുടുംബത്തിൻ്റെയും കൂടെ നടക്കുന്ന സഹയാത്രയാണ്. ആ സഹയാത്രയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ആ സഹയാത്രയിൽ ഡോക്ടർ ഉണ്ടാവണം, ആ സഹയാത്രയിൽ നഴ്സ് ഉണ്ടാവണം, ആ സഹയാത്രയിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉണ്ടാവണം, ആ സഹയാത്രയിൽ എൻ്റെ സുഹൃത്തുണ്ടാവണം, ആ സഹയാത്രയിൽ എൻ്റെ ബന്ധുക്കൾ ഉണ്ടാകണം, ആ സഹയാത്രയിൽ എൻ്റെ അയൽപ്പക്കം ഉണ്ടാകണം, ആ സഹയാത്രയിൽ എൻ്റെ പ്രാദേശിക സമൂഹം ഉണ്ടാകണം. ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ പ്രോഗ്രാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പാലിയേറ്റീവിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് പാലിയേറ്റീവ് എന്നുള്ളത്. മുമ്പത്തേക്കാൾ ഏറെ ആളുകൾ ഇന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുൽ കരീമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ പാലിയേറ്റീവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പിന്നെ വളരെ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഉള്ളൊരു വാക്കാണ് പാലിയേറ്റീവ് എന്നുള്ളത്. മുമ്പ് കാലഘട്ടങ്ങളിൽ അത്രത്തോളം ഒരു സുപരിചിതമല്ലാത്തൊരു വാക്കായിരുന്നു. പാലിയേറ്റീവ് ആവശ്യമുള്ള വീടുകളിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു വാക്കിനെ കുറിച്ച് പോലും ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പാലിയേറ്റീവ് എന്നുള്ള ഒരു വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്? ആ ഒരു പ്രവർത്തനം എന്താ? കേരളത്തിലെ പാലിയേറ്റീവ് കെയർ 30 വർഷം പിന്നിടുകയാണ്. വൈദ്യശാസ്ത്രത്തിലെ സാധാരണ മനുഷ്യർക്ക് രോഗീപരിചരണത്തിലും വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളിലും ഇടപെടാനുള്ള ഒരു വലിയ അവസരം സാധാരണ മനുഷ്യർക്ക്, മെഡിക്കൽ പ്രൊഫഷണലുകളല്ലാത്ത സാധാരണ മനുഷ്യർക്ക് തുറന്നിട്ട് കൊടുത്ത ഒരു ജനകീയ പങ്കാളിത്തത്തിലും ഉടമസ്ഥതയിലും നടക്കുന്ന ഒരു മോഡേൺ മെഡിസിൻ്റെ വൈദ്യശാസ്ത്ര പരിചരണ സംവിധാനത്തിനെയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പാലിയേറ്റീവ് കെയർ തുടക്കകാലത്ത് ക്യാൻസർ രോഗികളിൽ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കും മാരകമായ കഠിന വേദന അനുഭവിക്കുന്ന രോഗികൾക്കുമുള്ള വേദന ശമന പരിചരണ സംവിധാനം എന്നുള്ള നിലക്കാണ് പാലിയേറ്റീവ് കെയർ കേരളത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് അതിൽ പൊതുജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചവർ, വൃക്കരോഗികൾ, കരൾ രോഗികൾ, മാനസിക രോഗികൾ, ജന്മനാ ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, അതുപോലെ തന്നെ കിടപ്പിലായവർ എന്നിവരിലേക്കൊക്കെയും വീടുകളിലെത്തി മികച്ച പരിചരണം നൽകുന്ന ഒരു സംവിധാനമായി ഈ 30 വർഷത്തിനുള്ളിൽ പാലിയേറ്റീവ് കെയർ വികാസം കൈവരിച്ചു. ഈ കേരളത്തിലെ ഈ വികാസത്തെ ഇന്ത്യയിലും ലോകത്തും സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ കേരളത്തിലെ
പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ ഒരു പൊതു ഇടപെടലിൽ ഒരു ആരോഗ്യ സംവിധാനം വികാസം കൈവരിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ. ഇതിൻ്റെ ഒരു ചരിത്രം, തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, പാലിയേറ്റീവ് കെയർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം, പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധം, പ്രയാസം ഉണ്ടാക്കുന്ന വിധം, അയാളുടെ ജീവിതത്തെ, രോഗത്തിൻ്റെ പേര് ഇപ്പോൾ പരിഗണിക്കുന്നില്ല, നേരെ മറിച്ച് ഒരു ഡയഗ്നോസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നതാണെങ്കിൽ ആ വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും നൽകുന്ന സമഗ്രമായ പരിചരണ ശാസ്ത്രമായിട്ടാണ് ഇന്ന് പാലിയേറ്റീവ് കെയർ കാണുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും ഒരു ചെറിയ തലവേദന വന്നാൽ, ഒരു വയറുവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ പറയുന്നത് സുഖമില്ല എന്നാണ്. സത്യത്തിൽ മനുഷ്യൻ്റെ നീഡെന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ്, സുഖമാണ്. സാധാരണ പറയാറുണ്ട്, ഖുർആനിക ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വർഗത്തിലാണ്. സ്വർഗം എന്ന് പറയുന്നത് സുഖകേന്ദ്രീകൃതമാണ്. ആ സുഖകേന്ദ്രീകൃതമായ സ്വർഗത്തിൽ നിന്ന് പോകുന്ന മനുഷ്യർ, ഇതൊരു മതപരമായ വ്യൂവിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഭൂമി സംവിധാനിച്ചതും മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ബന്ധങ്ങളും പ്രണയവും സൗഹൃദവും വിനോദങ്ങളും ലൈംഗികതയും ബിസിനസ്സും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും വ്യവഹാരങ്ങളുമായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് മനുഷ്യന് സുഖമില്ലാതാവുന്നത്. സുഖമില്ലാതായി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പോകുന്നത് സുഖം കിട്ടാൻ ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ പോയിട്ട് ഒരു 4-5 തവണ ഒരു തലവേദനക്ക്, ഒരു വയറുവേദനക്ക് ആശുപത്രിയിൽ പോയിട്ടും ആ മനുഷ്യന് സുഖം കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വൈദ്യശാസ്ത്രം പറയും MRI സ്കാനിങ്, എൻഡോസ്കോപ്പി, കൊളനോസ്കോപ്പി, ബയോപ്സി, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കും. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ബന്ധങ്ങളും മക്കളും കുടുംബവും ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ ഡയഗ്നോസ് വരും. ഡയഗ്നോസ് വന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അത് ബാധിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയും അയാൾക്ക് ചുറ്റും നിൽക്കുന്ന അയാളുടെ കുടുംബത്തിനും നൽകുന്ന പരിചരണമാണ് പാലിയേറ്റീവ് കെയർ. ആ തരത്തിലേക്ക് ഇന്നിപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ് ഉള്ള ഏതൊരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും. എന്താ സംഭവിക്കുന്നത്? ക്യാൻസറാന്നുള്ള ഡയഗ്നോസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രോണിക് കിഡ്നി ഡിസീസ് CKD ആണെന്ന ഡയഗ്നോസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത ഗുണനിലവാരം താഴ്ന്നു പോകുന്നു. ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മുഴുവനും ക്വാളിറ്റി ഓഫ് ലൈഫ് താഴ്ന്നു പോകുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ ഉത്തരവാദിത്വം താഴ്ന്നുപോയ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ആ രോഗിക്കും അയാളുടെ കുടുംബത്തിൻ്റെയും കൂടെ നടക്കുന്ന സഹയാത്രയാണ്. ആ സഹയാത്രയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ആ സഹയാത്രയിൽ ഡോക്ടർ ഉണ്ടാവണം, ആ സഹയാത്രയിൽ നേഴ്സ് ഉണ്ടാവണം, ആ സഹയാത്രയിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉണ്ടാവണം, ആ സഹയാത്രയിൽ എൻ്റെ സുഹൃത്തുണ്ടാവണം, ആ സഹയാത്രയിൽ എൻ്റെ ബന്ധുക്കൾ ഉണ്ടാകണം, ആ സഹയാത്രയിൽ എൻ്റെ അയൽപ്പക്കം ഉണ്ടാകണം, ആ സഹയാത്രയിൽ എൻ്റെ പ്രാദേശിക സമൂഹം ഉണ്ടാകണം. ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പാലിയേറ്റീവ് കെയറിൻ്റെ ചരിത്രം 1993 കോഴിക്കോട് മെഡിക്കൽ കോളേജ്, 93 കാലഘട്ടം എന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യകളോ ഇന്ന് കാണുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോ ഒന്നും ഇല്ലാത്ത കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള സാധാരണ മനുഷ്യരും അല്ലാത്തവരും ആശ്രയിക്കുന്ന, ഇന്നത്തെ നവ ടെക്നോളജികളൊന്നും ഇല്ലാത്ത, മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത ഒരു കാലത്ത് ക്യാൻസറാണെന്ന് അല്ലെങ്കിൽ സിവിയർ പെയിൻ ആണെന്ന് പറഞ്ഞു വരുന്ന ആളുകളെ ചികിത്സക്ക് വിധേയമാക്കിയിട്ട് ഈ വേദനയോടും ദുരിതത്തോടും കൂടി ചികിത്സ ഇല്ല, വീട്ടിലേക്ക് പോയിക്കോളൂ, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ഘട്ടത്തിൽ
വൈദ്യശാസ്ത്രം പച്ച മനുഷ്യരോട്, അതായത് ഈ എന്തിനാണോ വൈദ്യശാസ്ത്രം, മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് മെഡിക്കൽ സയൻസ്. ആ മെഡിക്കൽ സയൻസ് ഈ മനുഷ്യരോട് കാണിക്കുന്ന അനീതിക്കെതിരെയുള്ള ഒരു ചിന്തയുടെ, ആലോചനയുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടതാണ് 1993 പാലിയേറ്റീവ് കെയർ. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം വരുന്നത് മലപ്പുറത്ത് 1996 95-96 കാലഘട്ടത്തിൽ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി മഞ്ചേരിയിലുള്ള ഒരു സംവിധാനത്തിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, അവിടെ ഒരു പാലിയേറ്റീവ് കെയർ തുടങ്ങുകയാണ്. ആ പാലിയേറ്റീവ് കെയറിൽ സന്നദ്ധ പ്രവർത്തകർക്കൊരു റോളുണ്ട്. ആ റോളിലാണ് ഇന്ന് കാണുന്ന ഒരു ഹോം കെയർ എന്നതിന് പ്രാധാന്യം നൽകുന്നത്. അതിൽ കഥ പറയുന്നുണ്ട്. ഗൂഡല്ലൂർ മുതൽ പാലക്കാട് വരെയുള്ള ആളുകളന്ന് മഞ്ചേരിയിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ആ മഞ്ചേരിയിൽ വന്നിരുന്ന ആളുകളിൽ രോഗത്തിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് വരുന്ന ആളുകളും രോഗികളും തമ്മിലുള്ള അകലം കൂടും. രോഗിക്ക് വരാൻ പറ്റില്ലെങ്കിൽ വിവരം പറയാൻ അടുത്ത ബന്ധുവാണ് വരിക. രോഗിക്ക് പക്ഷേ എൻഡ് ഓഫ് ലൈഫ് കെയറിൽ മരണാസന്നമായ അവസ്ഥയിലോ കടുത്ത വേദനയിലോ ബുദ്ധിമുട്ടിലാണെങ്കിൽ അടുത്ത ബന്ധുവിനും വരാൻ പറ്റില്ല. അപ്പം അകന്ന ബന്ധുവാണ് വരിക. രോഗിയുടെ രോഗ തീവ്രത കൂടുന്നതിനനുസരിച്ച് രോഗിയും ഈ വരുന്ന ആളും തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്യുന്നത്. അകലം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പരിഗണിക്കപ്പെടാറില്ല. അന്ന് വേദന സംഹാരിയായ മോർഫിൻ ഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുള്ള വിവരം അറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി വരുന്ന പലരെയും കാണാതെ ആയപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത് വരാൻ പോലും ഒരാൾ ആ വീട്ടിലില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഡോക്ടറും നഴ്സും മരുന്നുമൊക്കെ ആയിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വാഹനം ഉപയോഗിച്ചിട്ട് ഡോക്ടറുടെ നേതൃത്വത്തിൽ രോഗിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടേഴ്സ് ഹോം കെയർ എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, നേഴ്സസ് ഹോം കെയർ എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന 700-ലധികം ഹോം കെയർ യൂണിറ്റുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പ്രൈമറി പാലിയേറ്റീവ് കെയർ ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്ട് താലൂക്ക് ജനറൽ ഹോസ്പിറ്റലുകളിലും സെക്കൻഡറി പാലിയേറ്റീവ് കെയർ ഉണ്ട്. എല്ലാ CSCകളിലും സെക്കൻഡറി പാലിയേറ്റീവ് കെയർ സംവിധാനമുണ്ട്. ഈ ഗവൺമെൻറ് തലത്തിൽ ഒരു 1000-1500 ഹോം കെയർ സംവിധാനങ്ങളും 1500 പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ 1500 ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പാലിയേറ്റീവ് കെയർ സംവിധാനവും ഒരു 700ഓളം സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ഈ മുമ്പ് കാലഘട്ടങ്ങളിൽ രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അതൊരു ഹോം കെയർ. ആദ്യഘട്ടത്തിൽ നമ്മൾ കോഴിക്കോട് തുടങ്ങുന്ന സമയത്ത് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു OP സംവിധാനം എന്നുള്ള രീതിയിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരത്ത് ഒരു ചെറിയ റൂമിൽ തുടങ്ങുന്നതാണ് പാലിയേറ്റീവ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇതല്ല പരിഹാരം. കാരണം കിടപ്പിലായ ഒരു മനുഷ്യനെ ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ അയാൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യണം. ജോലി പോകുന്ന ആളുകൾ ജോലി ഒഴിവാക്കണം. അത് ഈവൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു 30 കൊല്ലം മുമ്പ് ഒരു ആശുപത്രി കത്തീറ്റർ ഇട്ട ഒരു രോഗി, കത്തീറ്റർ മൂത്രം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തീറ്റർ ഇട്ട ഒരു രോഗി ഉണ്ടായിരുന്നുവെങ്കിൽ ആ കത്തീറ്റർ മാറ്റണമെങ്കിൽ 2 ആൾ ലീവ് എടുക്കണം. ഒരു കിടപ്പിലായ ആളെ താങ്ങി പിടിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 2 പേര്, നല്ല ശക്തരായ 2 പേരന്ന് ജോലി ഉപേക്ഷിക്കണം, വാഹനം പിടിക്കണം, ആശുപത്രിയിൽ ക്യൂ നിൽക്കണം, അവിടെ ബില്ലടക്കണം. ഇതൊക്കെ ചെയ്ത് ഒരു 1000-1500 രൂപയോ 30 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, 1000 രൂപയെങ്കിലും ചിലവ് വരുന്ന ഒരു പ്രക്രിയ നമ്മുടെ പരിശീലനം കിട്ടിയ നഴ്സുമാർ കിടപ്പിലായ രോഗികളുടെ വീടുകളിൽ പോയിട്ട് കത്തീറ്റർ മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് മാറി. ഇന്ന് കേരളത്തിൽ കത്തീറ്റർ മാറ്റാനായിട്ട് ആശുപത്രിയിൽ പോകേണ്ട ഒരാവശ്യവും ഒരു മനുഷ്യനുമില്ല. മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വീട്ടുകാരെ പരിശീലിപ്പിക്കുന്നുണ്ട്. നിശ്ചിത ഇടവേളകളിൽ നഴ്സുമാരുടെ സന്ദർശനം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അവൈലബിളാണ്. അതുകൊണ്ട് കിടപ്പിലായ രോഗിയുടെയും മാറാരോഗിയുടെയും ജീവിതത്തെ തകർക്കുന്ന വിധം രോഗങ്ങൾ അകപ്പെട്ടു പോയ മനുഷ്യരെയും
വീടുകളിലെത്തി പരിചരിക്കുക എന്ന ആശയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമൂഹ്യ ആരോഗ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഈ കേരളത്തിലും അല്ലെങ്കിൽ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലൊക്കെ പാലിയേറ്റീവിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? ഈ അടുത്ത കാലത്ത് നമ്മുടെ ആശാപ്രവർത്തകർ 30 വയസ്സിന് മുകളിലുള്ള മനുഷ്യരുടെ ശൈലി ആപ്പ്, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശൈലി ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷനാണ്. അതുവഴി ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് 30 വയസ്സിന് മുകളിലുള്ള ആളോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം എങ്ങനെയായിരുന്നു? താങ്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 4 ഓപ്ഷനായിരുന്നു കൊടുത്തിരുന്നത്. 1, ഞാൻ പൂർണ്ണമായും കിടപ്പിലാണ്, ബെഡ് ബോൺ. 2, ഞാൻ ഹോം ബൗണ്ടാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് വേറൊരാളുടെ സഹായം വേണം. 3, ഞാൻ ദുരിതപൂർണമായ ഒരു രോഗത്തിൻ്റെ ചികിത്സയിലും ദീർഘകാലമായി മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലുമാണ്. ചികിത്സയും മരുന്നും കഴിക്കേണ്ട ആളാണ്. 4, എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ ഒരു സർവേയിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത്, ഇപ്പോൾ മനസ്സിലാക്കിയത്, കേരളത്തിൽ 0.7% എന്ന് വെച്ചാൽ 10,000 മനുഷ്യന്മാർക്കിടയിൽ 70 പേർ കിടപ്പിലാണ്. മലപ്പുറം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്തിൻ്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 30,000 ഒക്കെയാണ്. 30,000 ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിൽ 210 പേർ കിടപ്പിലാണ്. കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ 210 പേരെ പ്രവേശിപ്പിക്കാൻ ഉള്ള ഒരു സംവിധാനമേ ഇല്ല, അഡ്മിറ്റ് ചെയ്യാനുള്ള. പിന്നെന്താണോ അതിന് പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ. എത്ര കാലം ഒരു ആശുപത്രിയിൽ ഒരു മനുഷ്യനെ പ്രവേശിക്കും? നമ്മൾ ഒരു ദിവസം രാവിലെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ വൈകുന്നേരം റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടറോട് നമ്മൾ ചോദിക്കുക വീട്ടിൽ പോയിക്കോട്ടെ എന്നാണ്. അപ്പോൾ ആശുപത്രി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്, നമ്മൾ പോകാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ്. നമ്മളവിടെ പോകുന്നതാണെങ്കിലോ സുഖം കിട്ടാനാണ്. ആ സ്ഥലം നമുക്ക് ഇഷ്ടമില്ല. ഇതിൻ്റെ രണ്ടിലും നിൽക്കുന്ന ഒരു ദീർഘകാല രോഗി ആശുപത്രിയിൽ വസിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരനുഭവമാണ്. ഒരിക്കലും അതിനുള്ള ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ശരിക്കും. വീടുകളിൽ അന്തസ്സുറ്റ പരിചരണം കിട്ടണം. അത് വീടുകളിൽ ലഭ്യമാവണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 10,000 പേരിൽ 70 പേര്, ഇനി ഇത് ഹോം ബൗണ്ട് ആയവരുടെ കണക്കാണ്. ബെഡ് ബൗണ്ട് ആയവരുടെ കണക്ക് എന്ന് പറയുന്നത് 1.4% എന്ന് വെച്ചാൽ 140 പേർ ഹോം ബൗണ്ടാണ്. അതിൻ്റെ ഏകദേശം ഇരട്ടി വരുന്നുണ്ട്. ഹോം ബൗണ്ട് എന്ന് പറഞ്ഞാൽ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചു, സ്ട്രോക്ക് സംഭവിച്ചു, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേറെയുള്ള ആളുകളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ 10,000 പേരിൽ 140 പേര്. അങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 30,000 ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിൽ അത് 420. അവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു സിസ്റ്റത്തിനും ദീർഘകാലം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് സാമ്പത്തികമായോ അതുപോലെ തന്നെ അവരുടെ പരിചരണം സംബന്ധിച്ചോ ഒരു ഫാമിലിക്ക് ചെയ്യാൻ കഴിയില്ല. എത്ര കാലം ഹോസ്പിറ്റലിൽ നിൽക്കുക? എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട്, 18ാമത്തെ വയസ്സിൽ ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ക്വാഡ്രിപ്ലേജിയ സംഭവിച്ചിട്ട് 15 കൊല്ലമായിട്ട് കിടക്കുകയാണ്. 15 കൊല്ലമായിട്ട്. ഈ 15 കൊല്ലവും പല്ല് തേച്ച് കൊടുക്കുന്നത് അമ്മയാണ്, കുളിപ്പിച്ച് കൊടുക്കുന്നത് അമ്മയാണ്, താടി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അമ്മയാണ്, നഖം വെട്ടിക്കൊടുക്കുന്നത് അമ്മയാണ്, ആഹാരം ഉരുട്ടിക്കൊടുക്കുന്നത് അമ്മയാണ്. എല്ലാ കാര്യം വേറൊരാളുടെ സഹായം ചെയ്യണം. ഇങ്ങനെ ഒരാളെ ആശുപത്രിയിൽ എത്ര കാലം നിർത്തും? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവർ ദുരിതപൂർണമായൊരു സാഹചര്യത്തിലേക്ക് പോകണോ? അതുകൊണ്ട് ഇന്ന് കേരളത്തിലൊരു പറയത്തക്ക പിന്നെ എന്താ പറയുക, അഭയാർത്ഥികളില്ലാത്ത, പറയത്തക്ക വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കലഹങ്ങളോ കലാപങ്ങളോ ഉണ്ടാവുന്നതിന്
ഭാഗ്യം കൊണ്ട് തടഞ്ഞു നിർത്തപ്പെട്ട ഒരു പ്രദേശം. സാമ്പത്തികമായ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളെ പോലെ പട്ടിണിയോ ദാരിദ്ര്യമോ വിദ്യാഭ്യാസ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പ്രായമായവരുടെയും കിടപ്പിലായവരുടെയും വീട്ടിൽ അകപ്പെട്ടവരുടെയും ദീർഘകാല രോഗങ്ങളും പരിചരണവും ആവശ്യമുള്ളവരുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പാലിയേറ്റീവ് കെയർ. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ കർമ്മ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാരുടെയും അണ്ടർ സെക്രട്ടറിമാരുടെയും ഒക്കെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് കേരളത്തിൽ ഈ ഒരു വർഷം 2025 ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് ഏതർത്ഥത്തിലെന്ന് ചോദിച്ചാൽ പ്രാദേശിക അയൽപ്പക്കം തൊട്ട് സംസ്ഥാന തലം വരെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് കേരള ഗവൺമെൻറ് പാലിയേറ്റീവ് കെയർ ഈ വർഷം മുഴുവനായിട്ടും അതിന് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനകീയ ആരോഗ്യ സംവിധാനങ്ങൾ എന്നുള്ള നിലക്ക് പ്രാദേശിക സമൂഹം ഇതിനാവശ്യമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മലപ്പുറം ജില്ലയിലെ 14 വാർഡുകളുള്ള ഒരു പഞ്ചായത്തുണ്ട്, കിഴുവറമ്പ് പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ 4 പാലിയേറ്റീവ് കെയർ സംവിധാനമാണ്. എന്ന് വെച്ചാൽ ഒരു 2-3 വാർഡുകൾക്ക് ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനം ആവശ്യമാണ് എന്ന തിരിച്ചറിവ് വരുന്ന രീതിയിലേക്ക് സന്നദ്ധ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ഒരു വ്യാപനം, ഒരു പാലിയേറ്റീവ് കെയർ എപ്പോഴും നമ്മൾ പറയുന്നത് താഴോട്ടുള്ള ഒരു വളർച്ചയാണ്. വളർച്ച എന്ന് പറയുന്നത് താഴോട്ടാണ് പാലിയേറ്റീവ് കെയറിൻ്റെ. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയോ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയോ ആ സ്ഥാപനങ്ങളിൽ ആളുകളെ അഡ്മിറ്റ് ചെയ്യുക എന്നതിന് പകരം ഇപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, മതസംഘടനകളും സത്യത്തിൽ മുതിർന്നവരോട് കാരുണ്യം കാണിക്കണം, ചെറിയവരോട് വിനയം കാണിക്കണം എന്ന് പറയുന്ന മതസംഘടനകൾ പോലും ഇപ്പം പള്ളികൾ പോലും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ പോലും വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പാലിയേറ്റീവ് കെയർ നേരെ പറയുന്നത് വീടുകളിൽ അന്തസ്സുറ്റ പരിചരണം കിട്ടണം എന്നുള്ളതാണ്, വീട് പരിചരണ കേന്ദ്രമാവണമെന്നാണ്, ആളുകൾ ഉപേക്ഷിക്കപ്പെടാതിരിക്കണം എന്നുള്ളതാണ്. അത് സാധ്യമാവണമെങ്കിൽ ഈ സംവിധാനം ശക്തിപ്പെടണം. അത് ശക്തിപ്പെടുത്താൻ മതസമൂഹങ്ങളും പിന്നെ ആരാധനാലയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ക്ലബ്ബുകളും സമൂഹത്തിലെ എല്ലാവിധ മനുഷ്യരുടെയും ഒരു കോമൺ പ്ലാറ്റ്ഫോമായിട്ട് പ്രാദേശിക സമൂഹത്തിൽ ചെറിയ പ്രദേശത്ത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ആശയവും നിലപാടുകളും ശക്തിപ്പെടണം. അതാണ് പരിഹാരം. ആ പരിഹാരത്തിലേക്ക് ഈ ജനുവരി 15 മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഈ ജനുവരി 15 നമ്മൾ എല്ലാ ജനുവരി 15കളും ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനം കേരളത്തിലാണ് വരുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ WHO പാലിയേറ്റീവ് കെയർ ദിനം, ഓസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനം തുടങ്ങുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സാധാരണ മനുഷ്യർ, കൂലിപ്പണിക്കാർ, കർഷക തൊഴിലാളികൾ ഇവർ ചേർന്നുകൊണ്ട് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനമായി കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചതാണ്. അതൊരു ദിനാചരണം എന്നുള്ള നിലക്കല്ല, ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സാധാരണ നാട്ടിലെ എല്ലാ വിഭാഗം മനുഷ്യരുമായി സംവദിക്കുകയും അവരിൽ നിന്ന് മനുഷ്യ വിഭവശേഷിയും സാമ്പത്തിക വിഭവശേഷിയും ആ സാമൂഹ്യ സംഘാടനവും ഒക്കെ ആർജിക്കാനും ശക്തിപ്പെടുത്താനുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രചരണ വ്യാപന പ്രവർത്തനങ്ങളാണ് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് നടത്തി വരാറുള്ളത്. പര്യാപ്തമായിരുന്നു. നേരത്തെ പറഞ്ഞു നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു വാർഡ് പഞ്ചായത്തിൽ ഇത്രയധികം ആൾക്കാരുണ്ടെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ സംവിധാനമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ആളുകളെ പരിചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാലിയേറ്റീവ് സംവിധാനങ്ങൾ വികാസം പ്രാപിച്ചിട്ടുണ്ടോ? പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുടെ വികാസം കൈവരിക്കാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. 30 കൊല്ലമായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് എത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ വൃദ്ധജനങ്ങളുടെ എണ്ണം വെസ്റ്റേൺ കൺട്രീസിന് സമാനമായ രീതിയിലാണ്.
അപ്പോൾ പാലിയേറ്റീവ് കെയർ മുതിർന്നവർ ഇപ്പോൾ നമ്മുടെ നാട്ടിലും പണ്ടത്തെ പോലെ കൂട്ടുകുടുംബമല്ല, ഈ അണുകുടുംബവും വിട്ട് മൈക്രോ ഫാമിലികളായി മാറി, ന്യൂട്രൽ ഫാമിലികളായി, ഒരാൾ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരാൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മക്കളൊക്കെയും ഇപ്പോൾ ഇപ്പോൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള നമ്മളുടെ മക്കൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ പ്രായമായവരുടെ പരിചരണം എന്ന് പറയുന്നത്, രോഗം വന്നവരുടെ പരിചരണം എന്ന് പറയുന്നത്, കിടപ്പിലായവരുടെ പരിചരണം എന്ന് പറയുന്നത്, ദീർഘകാല രോഗികളുടെ പരിചരണം എന്നുള്ളത് മുഖ്യ പരിഗണനയായിട്ട് സമൂഹത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്. അപ്പോൾ അത്രമാത്ര ആവശ്യമുണ്ട്. അതിന് ഭാഗമായിട്ട് നമ്മൾ വെക്കുന്നത് ഇത് താഴെ തട്ടിലേക്ക്, പ്രാദേശിക തലത്തിലേക്ക് പരിഹരിക്കപ്പെടണം. പണ്ട് കാലത്ത് വേറൊരു സംഗതി കൂടിയുണ്ട്. പണ്ട് കാലത്ത് പിന്നെ ആദ്യകാലങ്ങളിൽ ആശുപത്രി മടക്കിയാലായിരുന്നു പാലിയേറ്റീവ് കെയർ. എന്നാൽ ഇന്ന് രോഗനിർണയ ഘട്ടം, ക്യാൻസറാന്നുള്ള കടലാസ് കഷ്ണം കിട്ടുമ്പോൾ ഒരു മനുഷ്യൻ തകരുന്നു, ഒരു കുടുംബം തകരുന്നു. ആ സമയത്ത് പാലിയേറ്റീവ് കെയർ കിട്ടണം എന്നാണ് പറയുന്നത്. ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ് അല്ലെങ്കിൽ സീവിയർ ഹെൽത്ത് റിലേറ്റഡ് സഫറിങ് എവിടെയാണോ വരുന്നത് അപ്പോൾ പാലിയേറ്റീവ് കെയർ കിട്ടണം എന്നാണ് പറയുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? ഒരു പാലിയേറ്റീവ് പോകണമെങ്കിൽ വാഹനം ആവശ്യമുണ്ട്, നഴ്സുമാർ ആവശ്യമുണ്ട്, അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ ആവശ്യമുണ്ട്, ഡോക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു വിപുലമായൊരു സംവിധാനം പാലിയേറ്റീവ് രണ്ട് തരത്തിലാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ സർക്കാർ തലത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികൾക്കും നിർബന്ധമായിട്ടും പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് വെക്കണമെന്നാണ്. ആ കമ്മ്യൂണിറ്റി നേഴ്സ് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഹോം കെയർ പോകണമെന്ന് ഗവൺമെൻറ്റിൻ്റെ നിർബന്ധ പ്രൊജക്റ്റാണ്. കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും, എല്ലാ കോർപ്പറേഷനുകളിലും, എല്ലാ പഞ്ചായത്തുകളിലും ഗവൺമെൻറ്റിൻ്റെ പാലിയേറ്റീവ് കെയർ ഉണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുണ്ട്. ഇത് രണ്ടും അവരുടെ പരിചരണം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടും, പ്ലാൻ ചെയ്യപ്പെടും, ഡിസ്കസ് ചെയ്യപ്പെടും. ആ രീതിയിൽ എന്നാൽ പോലും മാസത്തിൽ ഒരു കിടപ്പിലായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു മാസത്തിൽ ഒരു തവണ ഒക്കെ എത്തുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. നേരത്തെ സൂചിപ്പിച്ച 2 വാക്കുകൾ, ഒന്ന് പ്രൈമറി പാലിയേറ്റീവ് കെയറും സെക്കൻഡറി പാലിയേറ്റീവ് കെയർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിറ്റി നഴ്സിംഗ്, പാലിയേറ്റീവ് കെയറിൽ പ്രത്യേകം പരിശീലനം കിട്ടിയ കമ്മ്യൂണിറ്റി നഴ്സിനെ പഞ്ചായത്ത് വാർഷിക പ്രൊജക്റ്റിൽ പാലിയേറ്റീവ് കെയർ ഫണ്ട് വെച്ച് ശമ്പളവും അവരുടെ മരുന്നും വാഹനവും ഒക്കെ പ്രൊജക്റ്റ് വഴി ലഭ്യമാക്കി ആ പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികളുടെ വീടുകളിൽ പോയിട്ട് നഴ്സിംഗ് പരിചരണം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രൈമറി പാലിയേറ്റീവ് കെയർ സംവിധാനം. അതിൻ്റെ താലൂക്ക് ആശുപത്രികൾ, CSCകളിൽ, ജനറൽ ആശുപത്രികൾ, ഇതുപോലെയുള്ള മേജർ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും പ്രത്യേകം പരിശീലനം കിട്ടിയ സ്റ്റാഫ് നഴ്സുമാരെ വെച്ച്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുമാരെ ഉപയോഗപ്പെടുത്തി ആ സ്ഥാപനങ്ങളിൽ നിന്ന് നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് കെയറാണ് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. സന്നദ്ധ പ്രവർത്തകർ, ഒട്ടുമിക്ക സന്നദ്ധ പ്രവർത്തകരും കേരളത്തിലെ സന്നദ്ധ സംഘടനകളും ഒരു സെക്കൻഡറി ലെവൽ പാലിയേറ്റീവ് കെയറാണ് മിക്കയിടങ്ങളിലും പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡറി പാലിയേറ്റീവ് കെയറിൽ ഡോക്ടർ ഉണ്ടാകും, നഴ്സ് ഉണ്ടാകും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാകും, അങ്ങനെ മരുന്നും സംവിധാനങ്ങളും ഒക്കെ കൊടുക്കും. പ്രൈമറി പാലിയേറ്റീവ് കെയറിൽ നഴ്സിംഗ് കെയറിനാണ് കുറച്ചും കൂടി ഫോക്കസ് നൽകിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി നഴ്സിൻ്റെ കെയർ, അവിടെയും മരുന്നും നഴ്സിൻ്റെ കെയറും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സന്നദ്ധ. അപ്പോൾ എത്ര ഈ കിടപ്പിലായൊരു മനുഷ്യന് ഇപ്പോഴും ഈ 2 സിസ്റ്റം ഉണ്ടായിട്ടും മാസത്തിലൊരിക്കലൊക്കെ ഒരാളുടെ വീടുകളിലൊക്കെ എത്തുന്നുള്ളൂ. അപ്പോൾ അത് കൂട്ടാനുള്ള, അതിൻ്റെ ഗ്യാപ്പ് കുറക്കാനുള്ള, ഈ സന്ദർശനങ്ങളുടെ ഇടവേളകളുടെ ഗ്യാപ്പ് കുറക്കാനുള്ള ശ്രമത്തിന് ഇനിയും ധാരാളമുണ്ട്. ധാരാളം സന്നദ്ധ യൂണിറ്റുകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൂടെ സാധാരണ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ രോഗിയായിരിക്കെ തന്നെ ഒരു വരുമാനം ലഭിക്കാവുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു ജോലിക്ക് പോകാനോ ഒക്കെ കഴിയുന്ന രീതിയിലേക്ക്, അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ രോഗമാണെന്ന്, ഒരു ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ്, ഒരാൾ കിടപ്പിലാവുന്നു, ഒന്നുകൂടി നമ്മൾ 7 കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരും. ഒന്ന്,
നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ പ്രായം കൂടുന്നു, ആയുർദൈർഘ്യം. അതുകൊണ്ട് വീട്ടിൽ അകപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടും. വല്യപ്പക്കോ വല്യമ്മക്കോ അമ്മക്കോ അച്ഛനോ ഒക്കെ പ്രായമായി കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പാലിയേറ്റീവ് കെയർ വേണം. വാർദ്ധക്യം ഒരു കാരണം. രണ്ടാമത്തെ കാരണം ആക്സിഡൻറ്റുകൾ കൂടുകയാണ്. മൂന്നാമത്തെ കാരണം ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണ്. നാലാമത്തെ കാരണം ജന്മനാ ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിക്കുന്നു, MR, ഓട്ടിസം, മസ്കുലാർ ഡിസ്ട്രോഫി, സെറിബ്രൽ പാൾസി. അഞ്ചാമത്തെ കാരണം വൈദ്യശാസ്ത്ര ടെക്നോളജി കൂടുന്നു. പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ വൃക്കരോഗം വന്നാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ തീരുമാനമാകും. ഇന്ന് വൃക്ക മാറ്റിവെക്കാനും കരൾ മാറ്റിവെക്കാനും മജ്ജ മാറ്റിവെക്കാനും ഹൃദയം മാറ്റിവെക്കാനും ടെക്നോളജി ഉണ്ട്. ടെക്നോളജി ഉണ്ടാകുമ്പോൾ പാലിയേറ്റീവ് കെയർ നീഡ് കൂടും. അപ്പോൾ അഞ്ചാമത്തത്. ആറാമത്തത് മറവി രോഗം, ഡിമെൻഷ്യ, അൾസിമേഴ്സ്, മറവി രോഗം ഉള്ള ആളുകളുടെ എണ്ണം കൂടുന്നു. ഏഴാമത്തത് മാനസിക രോഗം. അപ്പോൾ ഈ 7 കാരണങ്ങൾ കൊണ്ട് നമുക്കും നമ്മുടെ വീട്ടിലേക്കും വേണ്ട പരിചരണമാണ്. അപ്പോൾ 2 വർഷം മുന്നേ ജനുവരി 15 പാലിയേറ്റീവ് കെയർ സന്ദേശം എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ എൻ്റെ നാളേക്ക് എൻ്റെ പരിചരണത്തിന്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് ഞാനുമുണ്ട്, എൻ്റെ നാളേക്കും എൻ്റെ പരിചരണത്തിനും ആവശ്യമുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ ഞാനുമുണ്ട്. ഈ വർഷത്തെ ജനുവരി 15 സന്ദേശം സംതൃപ്തമായ പരിചരണം, എല്ലാവരുടെയും അവകാശം. അപ്പോൾ അതൊരു ഔദാര്യമല്ല, കാരുണ്യമല്ല, ദയയല്ല, ത്യാഗമല്ല, നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. അതിൽ മതവിശ്വാസികൾ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും മതവിശ്വാസികൾ ഇതിനെ ഒരിക്കലും കാരുണ്യ പ്രവർത്തനമായിട്ട് കാണാൻ പാടില്ല. ഡ്യൂട്ടിയാണ്. കാരണം പരലോകത്ത് വെച്ച് പടച്ചതമ്പുരാൻ ചോദിക്കും, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ പരിചരിച്ചില്ല? അപ്പോൾ നമ്മൾ പടച്ചവനോട് തർക്കിക്കും എന്നാണ് പറയുന്നത്. എന്താണ് പടച്ചവനെ നിനക്ക് രോഗമാണ്? അപ്പോൾ പടച്ചവൻ നമ്മളോട് പറയും, എന്നോട് പറയും, നിന്റെ അയൽപ്പക്കത്ത് ഇന്നാലിന്ന മനുഷ്യൻ കിടന്നു പോയിരുന്നു, രോഗം വന്നിരുന്നു, ആ മനുഷ്യനെ പരിചരിച്ചിരുന്നെങ്കിൽ എന്നെയാണ് കാണുന്നത്. പടച്ചവൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ പട്ടിണി കിടന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ആഹരിപ്പിച്ചില്ല? അപ്പോഴും നമ്മൾ ചോദിക്കും, പടച്ചവനെ നിനക്ക് പട്ടിണിയാണ്. അപ്പോൾ പറയും, കിട്ടണ പൈസ മുഴുവനും ആശുപത്രി കൊടുക്കാൻ, കിട്ടണ പൈസ മുഴുവനും മരുന്നിനും ചികിത്സക്കും വിനിയോഗിക്കുമ്പോൾ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു. ആ പട്ടിണി കണ്ട് ആ മനുഷ്യനെ ആഹരിപ്പിച്ചിരുന്നുവെങ്കിൽ നീ എന്നെയാണ് ആഹരിപ്പിക്കുന്നത്. ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ഉടുപ്പിച്ചില്ല? അപ്പോഴും പടച്ചവനോട് നമ്മൾ ചോദിക്കുന്നത്, നിനക്ക് നഗ്നതയോ? എത്രയോ വീടുകൾ 22 വർഷമായി പാലിയേറ്റീവ് കെയറിൽ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കണം. ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ, പെരുന്നാൾ വരുമ്പോൾ വീട്ടിലെ മക്കൾ വസ്ത്രം കിട്ടാത്തതിൻ്റെ പേരിൽ കണ്ണുനീർ പൊയ്ക്കുന്നുവെങ്കിൽ ആ കണ്ണുനീർ പൊയ്ക്കാത്ത അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചാൽ പടച്ചോനെയാണ് ധരിപ്പിക്കണതെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വലാണ്, പരലോകത്തെ ചോദ്യമാണ്, വ്യക്തിപരമാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് റേഡിയോ ഇസ്ലാം ആയതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ എൻ്റെ മഹല്ലിൽ ഒരാൾ മരിച്ചാൽ ആ മഹല്ലിൽ ഒരാളും ആ വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ, ഒരാൾ മാത്രം പോയി അയാളെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, പള്ളിയിലെത്തിച്ചു, നമസ്കരിച്ചു, മറമാടി തിരിച്ചു പോന്നാലും ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കുറ്റത്തുനിന്ന് ഒഴിവാകും. എന്നാൽ രോഗിയുടെ കാര്യത്തിൽ പടച്ചോൻ ഓരോരുത്തരോടാണ് ചോദിക്കുന്നത്, നീ ചെയ്തോ എന്ന്. ഇൻഡിവിജ്വലാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് മരിച്ചോടത്ത് എല്ലാവരും ഉണ്ട്. കിടപ്പിലായ രോഗിയുടെയോ മാരക രോഗം വന്നവരുടെ അടുത്ത് ആരുമില്ല. എല്ലാവരും ചെയ്യേണ്ടടുത്ത് ആരുമില്ല. ഒരാൾ ചെയ്താൽ കുറ്റത്തുനിന്ന് ഒഴിവാകുന്ന സ്ഥലത്ത് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ചിന്താ രീതിയെ തന്നെ പരിവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെ ഏറ്റെടുക്കേണ്ടത്, അതിൻ്റെ ട്രെയിനിങ്ങുകൾ ഏറ്റെടുക്കേണ്ടത്. ഈ വർഷത്തെ പാലിയേറ്റീവിൻ്റെ ദിനത്തിൻ്റെ ഒരു തീം നേരത്തെ സൂചിപ്പിച്ചു, സംതൃപ്ത പരിചരണം, എല്ലാവരുടെയും അവകാശം. സംതൃപ്ത പരിചരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് കിടപ്പിലായ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ നമുക്കറിയാലോ, ഞാനോ നിങ്ങളോ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ നേഴ്സ് ഒരു തവണ മാത്രമാണ് ആ റൂമിൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സംതൃപ്തരാകുമോ? ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന കെയറിൽ ഞാൻ സംതൃപ്തനാവണം. എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന കെയറിൽ ആ കുടുംബം സംതൃപ്തരാവണം. ഈ കൊടുക്കുന്ന കെയർ കൊടുക്കുന്ന നേഴ്സ് സംതൃപ്തനാവണം. അതുപോലെ തന്നെ ഇത് സംഘടിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സംതൃപ്തി കിട്ടണം. അപ്പോൾ സമഗ്രമായൊരു സംതൃപ്തി കിട്ടാവുന്ന തരത്തിലേക്ക് പരിചരണം നടത്തണം. 2, നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെ ഡിസ്കഷനുകളിലൊക്കെ പറയാറുണ്ട്, വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ.
ICUവിൽ കിടന്ന് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. ആശുപത്രിയിൽ കിടന്ന് മരിക്കാൻ ഒരു ഡോക്ടർ പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇല്ല, ആശുപത്രി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമല്ല. മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വീട്ടിൽ വെച്ച് പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും ഇഷ്ടക്കാരുടെയും സാമീപ്യത്തിലും മരിക്കണം എന്നാണ്. അങ്ങനെ മരിക്കണമെങ്കിൽ ഈ മരണത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും രോഗപീഠകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മക്കൾ ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിൽ പോലും ഈ അച്ഛൻ എന്നുള്ള അമ്മ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അവിടെ ആ ആളുകൾക്ക് ആ വീട്ടിൽ വെച്ച് സ്വസ്ഥമായ സമാധാനപൂർണമായ മരണം സാധ്യമാവണമെങ്കിൽ സംതൃപ്തമായ പരിചരണം വീട്ടിൽ കിട്ടണം. അത് എല്ലാവരുടെയും അവകാശമാണ്, ഔദാര്യമല്ല. പരിചരണം അവകാശമാണ്, ഔദാര്യമല്ല എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കുക ഈ ചെയ്യുന്ന പണിയൊക്കെ ഔദാര്യമാണ്, കാരുണ്യമാണ്, ദയാണ്. അല്ല, ഇത് ഒരു മനുഷ്യന് കിട്ടേണ്ട അവകാശമാണ്. ആ അവകാശ പ്രഖ്യാപനത്തിൻ്റെ പേര് കൂടിയാണ് പാലിയേറ്റീവ് കെയർ. ആ പ്രഖ്യാപനത്തിൽ പണിയെടുക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്ന മനുഷ്യരുടെ പേരാണ് വളണ്ടിയർ. ഈ സാധാരണ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന മനുഷ്യരിൽ, ഈ വളണ്ടിയർമാരിൽ നിന്നാണ് ഒരു പാലിയേറ്റീവ് കെയർ സംഘാടനത്തിൻ്റെ ഭാരവാഹികളാവേണ്ടത്, അതിൻ്റെ നടത്തിപ്പുകാരാവേണ്ടത്. ആ രീതിയിൽ ഇതിനെ കാണണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാലിയേറ്റീവ് സംവിധാനങ്ങൾ കുറഞ്ഞൊരു സ്ഥലത്ത് പാലിയേറ്റീവ് സംവിധാനം ആവശ്യമാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് സമൂഹത്താണെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും. അവിടെ എത്തുന്ന സമയത്ത് എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ് ഒരു പാലിയേറ്റീവ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യണം? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആശാപ്രവർത്തകർ നടത്തിയ ജീവിത ശൈലി ആപ്പിലൂടെ നടത്തിയ കണക്ക് പ്രകാരം തന്നെ, അത് വെച്ചാൽ തന്നെയും, അത് 30 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്കാണ് കേട്ടോ, കുട്ടികളുടെ കണക്ക് അതിൽ വന്നിട്ടില്ല. 30 വയസ്സിന് താഴെയുള്ള മനുഷ്യരുടെ കണക്ക് വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു വാർഡിൽ 2000 മനുഷ്യന്മാരുള്ള ഒരു വാർഡിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ഒരു വിഭാഗം ഒരു വലിയ എമൗണ്ട് ഉണ്ട്, 3% മനുഷ്യർ, ദീർഘകാല ചികിത്സയും മരുന്നും ആവശ്യമുള്ള മനുഷ്യർ, അവരുടെ ഗണമല്ല. ഈ 2 കിടപ്പിലായവരും ഹോം ബൗണ്ട് ആയവരുടെയും കണക്ക് നോക്കിയാൽ തന്നെ ഒരു 60 പേരെങ്കിലും ഒരു വാർഡിലുണ്ട്. ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വാർഡിൽ തന്നെ ഒരു നഴ്സും ഒരു സിസ്റ്റവും വേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പ്രായമായവരുടെ കാര്യം നമ്മൾ കിടപ്പിലല്ല, പക്ഷേ മാനസികവും സാമൂഹികവും ശാരീരികവുമായ അവശതകളുള്ള പ്രായമായവരും കൂടി വരികയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇതുണ്ട്. എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇതിൽ സ്വയം സന്നദ്ധമായ അവനവൻ്റെ സമയത്തിൽ നിന്ന് പാലിയേറ്റീവ് കെയർ 4 കാര്യങ്ങളാണ് ആളുകളോട് ആവശ്യപ്പെടുന്നത്. 1, സമയം മാറ്റി വെക്കുക. 2, ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യുക, കുളിപ്പിക്കുക, പല്ല് തേപ്പിക്കുക, സിറ്റ് ഔട്ടിലേക്കൊന്ന് ഇരുത്താൻ സഹായിക്കുക എന്നുള്ള പണി ചെയ്യുക. 3-മത്തത് തല കൊടുക്കുക. ചിന്ത, ചെവി, കണ്ണ്, സംസാരം ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ അയാൾക്ക് പറ്റാവുന്നത് ചെയ്യുക. 4-മത്തത് ചെറിയ പണം, സമ്പത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ഈ ദുർബലരായ മനുഷ്യർക്ക്, രോഗം വന്ന അവശത അനുഭവിക്കുന്ന മനുഷ്യർക്ക് മാറ്റിവെക്കുക. ഈ 4 കാര്യങ്ങൾ. ഇത് ചെയ്യാൻ തയ്യാറുള്ള വളണ്ടിയർമാർക്ക് നമ്മൾ 3 ദിവസത്തെ ഒരു പരിശീലന പരിപാടി. ആ പരിശീലനം എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ എന്താണ്, എന്തല്ല, കമ്മ്യൂണിറ്റി സാമൂഹിക പങ്കാളിത്തം എന്നതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഒരു പാലിയേറ്റീവ് കെയർ വളണ്ടിയർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കമ്പാഷനേറ്റ് ലിസണർ ആവുക, അനുകമ്പയോടുകൂടി ഒരു മനുഷ്യനെ കേൾക്കാൻ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്. പിന്നെ ഉള്ളത് ഹെഡ് ടു ഫുട്ട് കെയർ. കിടന്നുപോയ മനുഷ്യനെ ഒരു വീട്ടിൽ വെച്ച് ഒരു നേഴ്സ് പരിചരിക്കുന്നത് പോലെ ഒരു അമേച്വർ നേഴ്സായിട്ട് എങ്ങനെ ഇടപെട്ട് പരിചരിക്കാം. ഈ പരിശീലനങ്ങൾ പരിശീലനം പൂർത്തിയാക്കിയവരിൽ നിന്ന് ഇന്ത്യൻ നിയമപ്രകാരം, സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച് ആളുകൾക്ക് വീടുകളിൽ നേഴ്സിൻ്റെ പരിചരണവും ഡോക്ടറുടെ പരിചരണവും മരുന്നും സൈക്കോ സോഷ്യൽ പിന്തുണയും സാമൂഹ്യ മാനസിക പിന്തുണയും വീടുകളിൽ ലഭ്യമാക്കാൻ തീരുമാനമെടുത്ത ഏതൊരു സംഘത്തിനും ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ തുടങ്ങാൻ പറ്റുന്ന
സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. ഒരു വളണ്ടിയർ ആകണമെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു വളണ്ടിയർ ആകാനുള്ള യോഗ്യതകൾ പ്രത്യേകിച്ച് ഒരൊറ്റ യോഗ്യതയുള്ളൂ, അയാളുടെ സമയത്തിൽ നിന്ന്. നമ്മൾ സാധാരണ പറയുന്നത് സമയം എന്ന് പറയുന്നത് വേറൊരു സാധനമല്ല. ടൈം എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്, ജീവിതമാണ്. ജീവനും ജീവിതവുമാണ്. ഒരാൾ സമയം തീർന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ സമയം തീർന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥമാക്കണമല്ലോ. അപ്പോൾ ജീവനും ജീവിതവുമായ ആ സമയത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം മാറ്റിവെക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും, എഴുതാനോ വായിക്കാനോ ഒന്നും അറിയണമെന്ന് പോലുമില്ല, ഏതൊരാൾക്കും പാലിയേറ്റീവ് കെയറിൽ വളണ്ടിയർ ആവാം. അയാൾക്ക് അയാളുടേതായ ഒരു സ്പേസ് തിരഞ്ഞെടുത്ത് അയാൾ പ്രവർത്തിച്ചു തുടങ്ങുക. അതും അയാൾ സാധാരണ രീതിയിൽ ആരാണ് ഏറ്റവും അടുത്ത് വേണ്ടത്. ഇപ്പോൾ എനിക്ക് രോഗം വന്നു, ഞാൻ കിടപ്പിലായി, എൻ്റെ വീട്ടുകാർ പാലിയേറ്റീവ് കെയർ പഠിച്ചവരായിരിക്കണം, എൻ്റെ ബന്ധുക്കൾ കുടുംബക്കാർ പാലിയേറ്റീവ് കെയർ പഠിച്ചവരായിരിക്കണം, എൻ്റെ ഫ്രണ്ട്സ് ആ സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടാവണം, അവർ പാലിയേറ്റീവ് കെയർ പഠിക്കണം. അതുപോലെ തന്നെ എൻ്റെ അയൽപ്പക്കം, ഞാൻ കുടുങ്ങിപ്പോയതാണ്, ഞാൻ കിടപ്പിലായതാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കുളിപ്പിക്കാൻ ഒറ്റയ്ക്ക് കഴിയൂല, സ്വാഭാവികമായിട്ടും അയൽക്കാരുടെ കൈ വേണം, അവർ പാലിയേറ്റീവ് കെയർ പഠിക്കണം. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് തുടങ്ങി, കുടുംബത്തിൽ നിന്ന് തുടങ്ങി, അയൽപ്പക്കത്തിലൂടെ വ്യാപിച്ച് സമൂഹത്തിൽ രൂപപ്പെടേണ്ട ഒരു കൾച്ചർ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കണം. ഇതിൽ ഒരു ചെറിയ പ്രശ്നം, വലിയ ഔദാര്യം, വലിയ ത്യാഗം ചെയ്യുന്നു എന്ന മനസ്ഥിതി വന്നാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ എത്തിക്സ് പറയാറുണ്ട്. എത്തിക്സ് 5 കാര്യമാണ് കാര്യമായിട്ട് പറയാറുള്ളത്. ഒന്ന്, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനേ പാടില്ല. നമ്മളിപ്പോൾ പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, പക്ഷെ അത് ഉപദ്രവിച്ചുകൊണ്ടാണ്. ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ആത്മാഭിമാനം തകർത്തിട്ടാണ് കൊടുക്കണമെങ്കിൽ ശരിക്കും അയാളെ ഉപദ്രവിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തോന്നുക നമ്മൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണ് എന്ന് തോന്നുന്നു, പക്ഷേ അയാൾ അത് ഉപദ്രവിക്കുകയാണ്. ചെറിയ ഉദാഹരണം കൂടി പറയാം. വീട്ടിൽ വെച്ച് മൂത്രത്തിൻ്റെ ട്യൂബ് മാറ്റുമ്പോൾ നഴ്സ് ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് തോന്നുന്നത് നല്ല പരിപാടിയാണെന്ന്, പക്ഷേ ആ രോഗിയെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ രണ്ടാമത് പരമാവധി ഉപകാരം ചെയ്യുക. മൂന്നാമത്തത് ജസ്റ്റിസ്, നീതി പാലിക്കണം. നാലാമത്തത് സ്വയം നിർണയാവകാശം. അഞ്ചാമത്തത് ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കപ്പെടണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ എത്തിക്സിൻ്റെ മേലിലായിരിക്കണം പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കേണ്ടത്. സമഗ്ര പരിചരണം എന്നുള്ള ഒരു ടോട്ടൽ കെയർ. അപ്പോൾ പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ ആശുപത്രികളിലൊക്കെ പിന്നെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ആരോഗ്യം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വെൽബീയിങ്, സൗഖ്യമാണല്ലോ. ഇതാണ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ. അതായത് എനിക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എനിക്ക് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവണം, എൻ്റെ ശരീരത്തിന് സൗഖ്യം ഉണ്ടാകണം, മനസ്സിന് സൗഖ്യം ഉണ്ടാകണം, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനും സൗഖ്യം ഉണ്ടാവണം. എൻ്റെ അയൽപ്പക്കത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യമില്ല. എൻ്റെ അയൽപ്പക്കത്ത് ഒരാൾ തീട്ടത്തിലും മൂത്രത്തിലും കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യമില്ല. അപ്പം ഞാൻ അയാളെ കുളിപ്പിക്കുന്നത് എനിക്ക് ആരോഗ്യം ഉണ്ടാവാനാണ്, ഞാൻ അയാൾക്ക് ആഹാരം എത്തിക്കുന്നത് എനിക്ക് ആരോഗ്യം ഉണ്ടാവാനാണ്. നമ്മളുടെ ഈ ഏതോ അർത്ഥത്തിൽ നമ്മൾ എവിടെയോ പയച്ചുപോയി. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് പട്ടിണി മാറ്റാൻ പരിശ്രമിക്കുന്നത് ത്യാഗമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല, അത് എൻ്റെ ആരോഗ്യത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ ആ നിലക്ക് പിന്നെ നമ്മൾ സമഗ്രം എന്ന് പറയുന്നത്, ഇപ്പം ആശുപത്രിയിൽ ഒരു ഉദാഹരണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് കഴിക്കാൻ എഴുതി കൊടുക്കും. ആ സിസ്റ്റം ഒരിക്കലും ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ എന്ന് ആലോചിക്കാറില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പാലിയേറ്റീവ് കെയറിൽ പറയുന്ന 4-5 കാര്യങ്ങൾ: ശാരീരിക, മാനസിക, സാമൂഹിക, സാമ്പത്തിക, വൈകാരിക, ആത്മീയ പ്രശ്നങ്ങളെ, അത് രോഗിക്ക് മാത്രമല്ല രോഗിയുടെ കുടുംബത്തിനും, ഈ 6 പ്രശ്നങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങുക എന്നുള്ളതാണ് ആ സമഗ്രതയിലേക്ക് എത്താനുള്ള ഒരു വഴി. അപ്പോൾ ആ സമഗ്രമായ പരിചരണം എല്ലാ രോഗിക്കും കുടുംബത്തിനും നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൽ ലക്ഷ്യമാക്കുന്നത്. അതാണ് സമഗ്രമായ പരിചരണം. ശരീരത്തെ മാത്രമല്ല കാണുന്നത്, മനസ്സിനെ കാണുന്നു, കുടുംബത്തെ കാണുന്നു, വൈകാരികതയെ കാണുന്നു, ആത്മീയതയെ കാണുന്നു,
സാമ്പത്തിക പ്രതിസന്ധികളെ കാണുന്നു. ഇതെല്ലാം പാലിയേറ്റീവ് കെയർ പരിഹരിക്കുന്നതല്ല, പങ്കാളിത്ത പ്രശ്ന പരിഹാര രീതി, കോ ക്രിയേഷൻ എന്ന് പറയും. ഈ പങ്കാളിത്തം, രോഗിക്ക് ചില പങ്കാളിത്തം നിർവഹിക്കാനുണ്ട്, അടുത്ത ബന്ധുക്കൾക്ക് ചില നിർവഹിക്കാനുണ്ട്, ഫ്രണ്ട്സിന് നിർവഹിക്കാനുണ്ട്, പള്ളിക്കും പട്ടക്കാർക്കും നിർവഹിക്കാനുണ്ട്, നേരത്തെ മൂപ്പര് പ്രവർത്തിച്ചിരുന്ന സംഘടനക്ക് നിർവഹിക്കാനുണ്ട്, രാഷ്ട്രീയത്തിന് നിർവഹിക്കാനുണ്ട്, വാർഡ് മെമ്പർക്ക് നിർവഹിക്കാനുണ്ട്, ആശയ്ക്ക് നിർവഹിക്കാനുണ്ട്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി സമഗ്രമായ പരിചരണം. അപ്പം ഈ ടീമൊക്കെയും ഈ പരിചരണത്തിൽ ഐക്യപ്പെടണം. സ്റ്റുഡൻസിന്, കുട്ടികൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ വളരെയധികം പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. അതെ, പൊതുവിൽ ഇന്നത്തെ കുട്ടികളെക്കുറിച്ച് ആളുകളുടെ ഒരു അഭിപ്രായം അത്ര സുഖകരമല്ല പൊതുവിൽ. എന്നാൽ കേരളത്തിലെ പാലിയേറ്റീവ് കെയറിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ് വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ ഒരു പ്രദേശത്ത് രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ പായലെവിട പൂപ്പലെവിട എന്ന പെയിൻ്റ് അടിച്ച മാളികകൾ കണ്ട് ഇതാണ് എൻ്റെ സ്വപ്നലോകമെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട, റോഡിലൂടെ പോകുന്ന ബൈക്കുകളും വാഹനങ്ങളും കണ്ട് ഇതാണ് ഹാപ്പിനെസ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട, ടെക്നോളജി, മൊബൈൽ ഫോണും സാങ്കേതിക വിദ്യകളും കണ്ട് അതിൽ അഭിരമിക്കേണ്ട, പരുപരുത്ത യാഥാർത്ഥ്യങ്ങളെ കാണിച്ചു കൊടുക്കാൻ കുട്ടികളിൽ അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പഠന പ്രക്രിയ. ആ പഠന പ്രക്രിയയുടെ പേരാണ് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സ്കൂളിലും ഒരു മദ്രസയിലും ഒരു പള്ളിയിലും ഒരു പള്ളിക്കൂടത്തിലും കിടന്നുപോയ വാപ്പാനെ പല്ല് തേച്ച് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണില്ല. മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ജീവനുള്ളപ്പോൾ കുളിപ്പിക്കേണ്ടത് പഠിപ്പിക്കണില്ല. ജീവൻ പോയിട്ട് കുളിപ്പിക്കുമ്പോൾ പല്ല് തേക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജീവനുള്ള വാപ്പാക്ക് എങ്ങനെ പല്ല് തേച്ച് കൊടുക്കണമെന്ന് പഠിപ്പിക്കണില്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ പഠന പ്രക്രിയയുടെ ഭാഗമാണ് വിദ്യാർത്ഥികളെ ഇതിൻ്റെ ഭാഗമാക്കുന്നത്. കിടന്നുപോയ വാപ്പാൻ്റെ ശരീരം പൊട്ടാതിരിക്കാൻ മകനും മകളും മസാജ് ചെയ്ത് കൊടുക്കണം, 2 മണിക്കൂർ കൂടുമ്പോൾ തിരിച്ചും മറിച്ചും കിടത്തി കൊടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കിടന്നുപോയ ഒരാളെ പല്ല് ഏൽപ്പിക്കേണ്ട പ്രാധാന്യം പഠിക്കണം, അതെങ്ങനെയെന്നും കൂടി പഠിക്കണം. കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ കത്തീറ്റർ ഇട്ട ഭാഗങ്ങൾ വൃത്തിയാക്കാൻ യോഗ്യരും അച്ഛന് അമ്മക്ക് അത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മക്കൾ കാണുന്നു, അതെങ്ങനെയെന്നും കൂടി പഠിക്കണം. ബാധ്യത വലുപ്പം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ചെയ്യാനറിയില്ല, പേടിയാണ്. ആ പേടി മാറ്റണം. അപ്പോൾ വീട്ടിൽ നല്ല മികച്ച പരിചരണം കൊടുക്കാൻ പറ്റണം. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ. നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിലുണ്ട്, ഇപ്പോൾ അരക്ക് താഴെ തളർന്നു, അയാളുടെ 2 കൈയും പ്രവർത്തിക്കുന്നുണ്ട്, അയാൾ വെറുതെ വീട്ടിലിരിക്കണ്ട, അയാൾക്ക് തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കാം. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ അസുഖമായി കിടന്നു, ആ അസുഖമായി കിടന്ന കുടുംബനാഥൻ അവരെ ചുറ്റിപ്പറ്റി, ദീർഘകാലം കിടക്കുന്ന ഒരാളെ ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾക്ക് ആ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ തൊഴിലുകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് ആ സമഗ്രത എന്ന് പറയുന്നത്. അങ്ങനെ തൊഴിൽ പരിശീലനങ്ങൾ, പകൽ വീടുകൾ, ഉല്ലാസ യാത്രകൾ, അതുപോലെ തന്നെ സഹവാസ ക്യാമ്പുകൾ ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ രോഗിക്കും കുടുംബത്തിനെയും മുഴുവനായി കണ്ടുകൊണ്ടുള്ള, ശരീരത്തെ മാത്രം കാണാതെ ആ ശരീരത്തിലുള്ള മനുഷ്യനെ കാണാനുള്ള ഒരു ഉൾക്കാഴ്ച കൂടി, അല്ലെങ്കിൽ ഒരു പരിചരണ സംസ്കാരം കൂടി പാലിയേറ്റീവ് കെയർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവസാനമായി സർക്കാർ തല പാലിയേറ്റീവ് സംവിധാനങ്ങളെക്കുറിച്ച് അത് നമ്മൾ നേരത്തെ പറഞ്ഞുപോയി, സംസാരത്തിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഈ വർഷം, ഞാൻ നേരത്തെ അതും പറഞ്ഞു പോയിട്ടുണ്ട്, ഈ വർഷം ഇപ്പോൾ തന്നെ ഈ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറും പാലിയേറ്റീവ് കെയറിൻ്റെ ജില്ലാ സമിതികളും, അപ്പോൾ അതും കൂടി ഒന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നുന്നു. എല്ലാ സംവിധാനങ്ങൾക്കും സംസ്ഥാന സമിതി എന്ന് പറഞ്ഞാൽ മേൽഘടകമാണ്. എന്നാൽ പാലിയേറ്റീവ് കെയറിൻ്റെ സംസ്ഥാന സമിതി എന്ന് പറയുന്നത് ഒരു മേൽഘടകമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ജില്ലാ സമിതി എന്ന് പറയുന്നത് ഒരു മേൽഘടകമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഈ നടക്കുന്ന പ്രക്രിയയെ, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതിൻ്റെ ആഴവും പരപ്പും വിശാലമാക്കാൻ
പ്രാദേശിക സമൂഹത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്ന ഈ സംവിധാനങ്ങളുടെയൊക്കെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതാണ് ജില്ലാ സമിതികളും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ പിന്നെ ഈ ഈ ഈ വർഷം നമ്മൾ മുന്നോട്ട് വെച്ച ഈ സന്ദേശം, സംതൃപ്തമായ പരിചരണം എല്ലാവരുടെയും അവകാശം എന്നുള്ളത്, സംസ്ഥാന സർക്കാരും അതേ സന്ദേശം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, കുടുംബശ്രീ സംവിധാനങ്ങളെ, അതുപോലെ തന്നെ യുവജന ബോർഡുകളെ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും, വിദ്യാഭ്യാസ വകുപ്പിനെ ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് വിളിച്ചു ചേർത്ത, അതിനുശേഷം രൂപപ്പെടുത്തിയ ഒരു വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വാർഡിലും ആശമാരുടെയും വാർഡ് മെമ്പറുടെയും ആശമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ ടീമും അവിടെയുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് 2008 ഏഷ്യയിൽ തന്നെ ഒരു സംസ്ഥാന സർക്കാർ പാലിയേറ്റീവ് കെയർ പോളിസി പ്രഖ്യാപിക്കുന്നത്. 2008 ആ പോളിസി 2019 നവീകരിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന കോവിഡും അതുപോലെ പിന്നെ കോവിഡ് മഹാമാരിയുടെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് വൈകിപ്പോയി. പക്ഷേ 2023 അതിൻ്റെ ഒരു ആക്ഷൻ 23 ഒരു ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓരോ രോഗിക്കും ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ ശ്രദ്ധ എന്ന ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയി. ഓരോ വീട്ടിലും ഒരു പാലിയേറ്റീവ് കെയർ വളണ്ടിയർ വേണം. ഔദാര്യമല്ല, അവകാശമാണ്. അങ്ങനെയുള്ള കുറച്ച് മൂല്യങ്ങളിലാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഈ ജനകീയ ആരോഗ്യ സംവിധാനം പടുത്തുയർത്തപ്പെട്ടത്. അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മനുഷ്യരും പ്രാദേശിക സമൂഹത്തിൽ പാലിയേറ്റീവ് കെയർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാലിയേറ്റീവ് കെയർ ഉണ്ടാക്കുന്നതിന് മഹല്ലുകളും ആരാധനാലയങ്ങളും പറ്റാവുന്ന ഇടങ്ങളിലൊക്കെയും അവിടുത്തെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു എല്ലാ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് ചേരാൻ പറ്റുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന, ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പൊതുവേദിയായിട്ട് പാലിയേറ്റീവ് കെയർ ആശയത്തെ, പാലിയേറ്റീവ് കെയർ പരിചരണ സംവിധാനത്തെ വികസിപ്പിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി നൽകാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള എപ്പിസോഡുകളിൽ വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മൾ പാലിയേറ്റീവിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. ഈ ഒരു എപ്പിസോഡിൽ അത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമേ അതിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് വളരെയധികം സമയം നമ്മളുടെ പാലിയേറ്റീവ് സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമ്മൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബഹുമാന്യനായ അബ്ദുൽ കരീം സാർ. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സംസാരത്തിനിടെ ഇടയ്ക്കിടെ സൂചിപ്പിച്ച കാര്യമാണ്, ഇതൊരു ഔദാര്യമല്ല, നമ്മളുടെ നിർബന്ധമായി ചെയ്യേണ്ട പ്രവർത്തനം തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടും ബോധ്യത്തോടു കൂടിയിട്ടും ആ ഒരു പാലിയേറ്റീവ് സംവിധാനത്തെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളെ, യുവാക്കളെ ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഗമാകുന്നതും ഈ യുവാക്കളൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇതിൻ്റെ ഒരു വ്യാപനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്കുകളൊക്കെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വ്യാപനം വളരെ അത്യാവശ്യമായി വരുന്നൊരു സാഹചര്യം കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഒരു പാലിയേറ്റീവ് വളണ്ടിയർ ഉണ്ടാവുക എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അബ്ദുൽ കരീം സാറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.